മകരവിളക്ക് ദിവസം ശബരിമല സന്നിധാനത്ത് സിനിമാ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൈമാറി. അതേസമയം മകരവിളക്ക് ദിവസം ഉൾപ്പെടെ പമ്പയിൽ ഷൂട്ടിംഗ് നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നരിവേട്ട ഉൾപ്പെടെയുള്ള സിനിമകളുടെ സംവിധായകനായ അനുരാജ് മനോഹറിന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണം മകരവിളക്ക് ദിവസം സന്നിധാനത്ത് നടന്നെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റിന് ലഭിച്ച പരാതി. പരാതിയിൽ അന്വേഷണം നടത്താൻ ദേവസ്വം വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിരുന്നു. മകരവിളക്ക് ദിനത്തിൽ സന്നിധാനത്ത് സിനിമാ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ദേവസ്വം വിജിലൻസ് എസ്പിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറി. അതേസമയം പമ്പയിൽ മകരവിളക്ക് ദിനത്തിൽ ഉൾപ്പെടെ ഒരാഴ്ചയിലേറെ സിനിമാ ഷൂട്ടിംഗ് നടന്നതായി റിപ്പോർട്ടിലുണ്ട്. ഷൂട്ടിങ്ങിന് അനുരാജ് മനോഹറിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കാൽ അനുമതി നൽകിയിരുന്നതായും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കാനാണ് ദേവസ്വം ബോർഡ് ഭരണസമിതി തീരുമാനം. പമ്പയിൽ അനുമതിയില്ലാതെ ഷൂട്ടിംഗ് നടത്തിയതിന് അനുരാജ് മനോഹറിനെതിരെ വനം വകുപ്പ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. വനത്തിൽ അതിക്രമിച്ച് കയറിയെന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഷൂട്ടിങ്ങിന് തന്നോട് ഫോണിലൂടെ സംവിധായകൻ അനുമതി തേടിയിരുന്നുവെന്നും ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ അന്ന് തന്നെ അനുമതി നിഷേധിച്ചിരുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.